കെമിസ്ട്രിയുടെ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ മൈക്കിൾ ഫാരഡെ വരെ പറഞ്ഞാണ് നിർത്തിയത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ജെ തോംസൺ. 1856 to 1940. J. Thomson's experiment helped in changing the ideas about an atom that existed at that time and in framing new concepts. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് പുതിയ കൺസെപ്റ്റ്സിലേക്ക് വഴിതിരിയാൻ ഒരുപാട് സഹായിച്ചു. He proved that the rays originating from the cathode are made up of negatively charged particles. അദ്ദേഹം പ്രൂവ് ചെയ്തു കാഥോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഹി ഓൾസോ മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ പാർട്ടിക്കിൾ പൊസസ് മാസ് ആൻഡ് എനർജി. അദ്ദേഹം തെളിയിച്ചു ഈ പാർട്ടിക്കിൾസിന് മാസും എനർജിയും ഭാരവും ഊർജവും ഉണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. വെൻ ആൻ ഇലക്ട്രിക് ഡിസ്ചാർജ് വാസ് passed, all the gases gave the same negative particles irrespective of the nature of the gas. ഇലക്ട്രിക് ഡിസ്ചാർജ് 8ൽ പഠിച്ചതാണ് ഫിസിക്സിൽ. ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാർജുള്ള വസ്തുവിനെ ചാർജ് ഇല്ലാതാക്കുക എന്നതാണ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് സംഭവിച്ചു കഴിയുമ്പോൾ ഗ്യാസുകളിൽ കുറച്ച് നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഇല്ലാതായി പോകുന്നു, ഡിസ്ചാർജായി പോകുന്നു. അപ്പോൾ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ഓഫ് ഗ്യാസ്, ഏത് ഗ്യാസ് എന്നൊന്നുമില്ല, എല്ലാ ഗ്യാസിൽ നിന്നും പോകുന്നുണ്ടായിരുന്നു. ഹെൻസ് ഹി സസ്റ്റൈൻഡ് ദാറ്റ് ദ പാർട്ടിക്കിൾസ് ആർ കോമൺ ടു ഓൾ സബ്സ്റ്റൻസസ്. അപ്പം അദ്ദേഹം അതിൽ നിന്ന് മനസ്സിലാക്കി എല്ലാ പാർട്ടിക്കിൾസിനകത്തും ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഹി പ്രൂവ്ഡ് ദാറ്റ് ദേ ആർ മച്ച് സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ ദ ആറ്റം ആൻഡ് ആർ പാർട്സ് ഓഫ് ആറ്റം. അങ്ങനെ 100 വർഷമായിട്ട് സംഭവിക്കാതിരുന്ന കാര്യം സംഭവിച്ചു. ഒരു സെഞ്ചുറിക്കടുത്ത് ഭരിച്ചിരുന്ന അറ്റോമിക് തിയറിയെ കടത്തിവെട്ടി നമ്മുടെ ജെ തോംസൺ പറഞ്ഞു. ഹി പ്രൂവ്ഡ് ദാറ്റ് ദർ ആർ സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ ദ ആറ്റം. ആറ്റത്തെ കഴിഞ്ഞും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്, അത് ആറ്റത്തിൻ്റെ പാർട്ടുകളാണ്. ഇൻ 1895 ദ സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ്ഡ് ദാറ്റ് ഡിസ്കവറി ഓഫ് ജെ തോംസൻ്റെ ഡിസ്കവറിയെ 1897 സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ് ചെയ്തു. ദസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ആൻ ആറ്റം ക്യാൻ ബി ഡിവൈഡഡ്. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്തു. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ദി ആറ്റം ഈസ് ദ ഇലക്ട്രോൺ. അതിന് പേര് വിട്ടു ഇലക്ട്രോൺ. അപ്പോൾ ഒന്നുകൂടെ പറയാം, അദ്ദേഹം കണ്ടുപിടിച്ചു കാഥോഡിൽ നിന്ന് വരുന്ന റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അദ്ദേഹം ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്തു, ആ പാർട്ടിക്കിൾസിന് ഊർജവും ഭാരവും ഉണ്ടെന്ന്, മാസ് ആൻഡ് എനർജി. ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് സംഭവിച്ചു കഴിയുമ്പോൾ ഗ്യാസുകളിൽ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഇല്ലാതായി പോകുന്നു. അതെല്ലാ ഗ്യാസുകളിലും അതേപോലെ സംഭവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സസ്റ്റെയിൻഡ് ദാറ്റ് എല്ലാ പാർട്ടിക്കിൾസും ഇത് സംഭവിക്കുമെന്ന്. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസിലും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഹി പ്രൂവ്ഡ് ദാറ്റ് ദർ ആർ മച്ച് സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ ആറ്റം ആൻഡ് ആർ പാർട്സ് ഓഫ് ആറ്റം. ആറ്റത്തെ കഴിഞ്ഞ് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇൻ 1897 ദ സയൻറ്റിഫിക് വേൾഡ് അപ്രൂവ്ഡ് ദ ഡിസ്കവറി ഓഫ് ജെ തോംസൺ. 1897 ഇത് അപ്രൂവ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആറ്റം ക്യാൻ ബി ഡിവൈഡഡ്. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ഈസ് ഇലക്ട്രോൺ എന്ന് അതിന് പേര് വിട്ടു. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1871 to 1937. The discoveries of electron energized the search of other particles in an atom, even though the presence of positive charge in the substances has been identified earlier. It is Rutherford who proved it authentically. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി വളരെയധികം സയൻറ്റിസ്റ്റുകളെ എനർജൈസ്ഡ് ചെയ്യിപ്പിച്ചു. അവരെ വീണ്ടും ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പം പോസിറ്റീവ് ചാർജ് അതിനകത്ത് ഉണ്ട്. ഇവൻ ദോ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഈ ഇൻ ദ സബ്സ്റ്റൻസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് എർലിയർ. അതിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് അവർ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നതാണ്. ഇറ്റ് വാസ് റൂദർഫോർഡ് ഹു പ്രൂവ്ഡ് ഇറ്റ് ഒതൻറ്റിക്കലി. അത് ആധികാരികമായിട്ട് പ്രൂവ് ചെയ്തത് റൂദർഫോർഡാണ്. ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. വളരെ ചെറിയ നേർന്ന തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലിലൂടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ്, ഇതാണ് അതിൻ്റെ പിക്ചർ, ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിട്ട് കഴിഞ്ഞപ്പോൾ ദ ആൽഫ റേസ് ദാറ്റ് കം ഔട്ട് through the gold foil were allowed to fall on a circular photographic film.
ഇങ്ങനൊരു സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ വീഴാൻ അതിനെ അനുവദിച്ചു. ഇങ്ങനെ ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ കൂടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തി വിട്ടപ്പോൾ അത് ചുറ്റും വെച്ചിരുന്ന സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിഞ്ഞു. He made some inference by analyzing the observation. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ഒബ്സർവേഷനിലൂടെ കണ്ടുപിടിച്ചു. He sustained that the major portion of an atom is empty. മെയിനായിട്ടൊരു പോയിൻ്റാണ് മേജർ പോർഷൻ ഓഫ് ആറ്റത്തിൻ്റെ മേജർ പോർഷനും എംറ്റി ആണ്. ആൻഡ് ദർ ഈസ് എ സ്മോൾ പാർട്ട് ഇൻസൈഡ് ദ ആറ്റം വെർ ഓൾ ദ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ്. അതിൻ്റെ നടുക്ക് ഒരു ചെറിയ പാർട്ടുണ്ട്, അവിടെ ധാരാളം അവിടെ പോസിറ്റീവ് ചാർജാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കണ്ടുപിടിച്ചു ആറ്റത്തിലെ മേജർ പോർഷനും എംറ്റി ആണ്, അതിനകത്ത് ചെറിയ ഒരു സെൻട്രൽ പാർട്ടിൽ ചെറിയ ഒരു പാർട്ടുണ്ട്, അവിടെ പോസിറ്റീവ് ചാർജാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് സെൻട്രൽ റീജിയൻ ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. അതിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പേരിട്ടു അതിന് ന്യൂക്ലിയസ് എന്ന്. ഇൻ 1911 ദ സയൻറ്റിഫിക് വേൾഡ് റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സെൻറ്റർ ഇൻ ആറ്റം. 1911 സയൻറ്റിഫിക് വേൾഡ് അംഗീകരിച്ചു. On the basis of his further experiments in 1920, it was proved that the particles that were responsible for the positive charge are protons. അദ്ദേഹത്തിൻ്റെ തന്നെ വീണ്ടുമുള്ള എക്സ്പെരിമെൻസിൻ്റെ ഫലമായി അദ്ദേഹം 1920 കണ്ടുപിടിച്ചു ഇതിനകത്തുള്ള ഈ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് പ്രോട്ടോണുകളാണ്. Its charge was found to be equal and opposite to that of electron. ഇലക്ട്രോണിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ട് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ട് അത് കണ്ടുപിടിച്ചു. It was determined that the mass of proton is equal to the mass of a hydrogen atom. മാസ് ഓഫ് പ്രോട്ടോൺ, അതായത് ഒരു പ്രോട്ടോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അത്രയും ഭാരമുള്ളതാണ്, അതിനോട് ഈക്വലാണ്. അലോങ് വിത്ത് ദാറ്റ് ഹി ഓൾസോ പ്രഡിക്റ്റ് ദ പ്രസൻസ് ഓഫ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ഇൻ ന്യൂക്ലിയസ്. അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തു അവിടെ ഒരു ചാർജ്ലെസ് പാർട്ടിക്കിളിൻ്റെ പ്രസൻസും കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ ന്യൂക്ലിയസിനകത്തെ പോസിറ്റീവ് ചാർജിന് കാരണം പ്രോട്ടോണുകളാണെന്ന് പറയുന്നതിന് കാരണം ന്യൂക്ലിയസിന് അകത്താണ് പ്രോട്ടോൺസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു പോസിറ്റീവായി കഴിഞ്ഞാൽ അതിൻ്റെ ആ വസ്തുവും അതിനകത്തെ ഒരു കണം പോസിറ്റീവായി കഴിഞ്ഞാൽ ആ വസ്തു ഒരു കണമല്ല, കണങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ ആ വസ്തുവും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് ന്യൂക്ലിയസിന് അകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഞാൻ ആദ്യം തൊട്ടൊന്നുകൂടെ പറഞ്ഞു നോക്കാം. അദ്ദേഹം ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിട്ടപ്പോൾ ചുറ്റി വരുന്ന സർക്കുലർ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അതിൻ്റെ പാത്ത് അത് വന്ന് പതിച്ചു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു മേജർ പോർഷൻ ഓഫ് ആറ്റം എംറ്റി ആണ്, അതിനകത്തൊരു ചെറിയ പാർട്ടുണ്ട്, അത് പോസിറ്റീവ്ലി ചാർജ് കോൺസെൻട്രേറ്റഡ് ആണ്, ഇതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. 1911 അത് സയൻറ്റിഫിക് വേൾഡ് അതിനെ അംഗീകരിച്ചു. 1920 അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചു ഇതിൻ്റെ ഈ പോസിറ്റീവ് ചാർജിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പ്രോട്ടോണുകളാണ്, അതിൻ്റെ ചാർജ് ഈ ഇലക്ട്രോണിന് ഈക്വലുമാണ്. അതിൻ്റെ ചാർജ് ഇലക്ട്രോണിന് ഈക്വൽ അല്ല, അത് ഇലക്ട്രോണിനെ പോലെ തന്നെയാണ്, പക്ഷേ ഓപ്പോസിറ്റ് ചാർജാണ് ഉള്ളത്. അതിൻ്റെ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പ്രെഡിക്റ്റ് ചെയ്തു, ചാർജ്ലെസ് പാർട്ടിക്കിൾസും ന്യൂക്ലിയസിന് അകത്ത് ഉണ്ടായെന്ന്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ജെയിംസ് ചാഡ്വിക്. 1891 to 1974 ജെയിംസ് ചാഡ്വിക് ലേൺഡ് ആൻഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് അണ്ടർ ദി ഗൈഡൻസ് ഓഫ് റൂദർഫോർഡിൻ്റെ ഗൈഡൻസിൽ തന്നെ അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തി. ഇൻ 1932 ഹി പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ദാറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം there are neutral particles having mass equal to that of protons. പ്രോട്ടോണിന് സമമായി തന്നെ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു, ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചു. 1932 അത് സയൻറ്റിഫിക്കലി പ്രൂവായി. അപ്പോൾ
അപ്പം നമ്മുടെ ആറ്റത്തിനകത്തെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസിനകത്ത് 2 സാധനങ്ങളുണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും. അതിന് പേരിട്ടു ന്യൂട്രോൺ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺ ചാർജ്ലെസ് പാർട്ടിക്കിളാണ്. ദിസ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ഈസ് neutron. The total mass of an atom is concentrated in the nucleus because the particles protons and neutrons that possess mass are in the nucleus. അപ്പോൾ ടോട്ടൽ വെയിറ്റ്, ആറ്റത്തിൻ്റെ ടോട്ടൽ മാസ് നടുക്കാണ്, അതിൻ്റെ നടുക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ ഭാരമുള്ള പാർട്ടിക്കിൾസായ പ്രോട്ടോണും ന്യൂട്രോണും അതിൻ്റെ ന്യൂക്ലിയസിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആറ്റം ഒന്നുകൂടെ പറയാം, 1932 അദ്ദേഹം പ്രൂവ് ചെയ്തു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ചാർജ്ലെസ് ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ലെസ് പാർട്ടിക്കിൾ കൂടെയുണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ആറ്റം ഓഫ് ഓൾ എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, നെയിംലി ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ 3 ഇത് ചേരുന്നതാണ് ഒരു ആറ്റം. അത് എല്ലാ എലമെൻസിൻ്റെ ആറ്റത്തിനകത്ത് ഇത് തന്നെയാണ്. ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് മേക്ക് ആൻ എലമെൻറ്റ് ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഇതിനകത്തുള്ള എണ്ണങ്ങൾ, അതായത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണത്തിന് വരുന്ന വ്യത്യാസങ്ങളാണ് ഓരോ എലമെൻസിനെയും ഒന്നിൽ നിന്നും മറ്റൊന്നിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ക്വസ്റ്റ്യൻ അല്ല, റെഫർ ചെയ്തെഴുതുന്നതാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജാണ്, മാസ് ഈസ് വെരി ലെസ്. ഇലക്ട്രോണിൻ്റെ മാസ് ഭയങ്കര കുറവാണ്. 1/1837 പാർട്ട് ഓഫ് ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. അതായത് ഹൈഡ്രജൻ ആറ്റത്തെ 1837 മുറിച്ച് കഴിഞ്ഞാൽ അതിലൊരു പാർട്ടിൻ്റെ ഭാരം മാത്രമേ ഇലക്ട്രോണിന് വരുന്നുള്ളൂ. സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസിന് പുറത്ത് കാണുന്നു. പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്, മാസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം സീൻ ഇൻ ദ ന്യൂക്ലിയസ്. പോസിറ്റീവ് ചാർജാണ്, മാസ് ഹൈഡ്രജൻ ആറ്റത്തോട് ഈക്വലാണ്, ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു. ന്യൂട്രോൺ ചാർജ്ലെസ്, മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. പ്രോട്ടോണിനെ പോലെ തന്നെ പ്രോട്ടോണിന് സമമായ വെയിറ്റാണ്, അതായത് പ്രോട്ടോണിൻ്റെ വെയിറ്റ് എന്താ, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റ്. അപ്പോൾ ന്യൂട്രോൺ മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. സീൻ ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനകത്തും ഇലക്ട്രോൺ മാത്രം ന്യൂക്ലിയസിന് പുറത്തുമാണ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.